ജനങ്ങൾ ഇപ്പം ഒരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ ശ്രീ സമ്പത്ത്, താങ്കൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത ഉപകാരമായിരുന്നു. ആഭ്യന്തര വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയത, ന്യൂനപക്ഷ വേട്ട പോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ആഭ്യന്തര വകുപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സംഘപരിവാരത്തിൻ്റെ കയ്യിലാണെന്ന വിമർശനം ഉന്നയിച്ച ആൾ ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. ഈ വിമർശനം പൊതുവെ ഉന്നയിക്കപ്പെട്ട് നമ്മൾ കാണുന്നതാണ്. സർക്കാരിന് അതിലൊരു കൺട്രോളും ഇല്ല, CPM ഒരു കൺട്രോളും ഇല്ല എന്ന് അതിനെ ഒറ്റനോട്ടം നോക്കുന്ന ആർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള ഈ മതനിരപേക്ഷ കേരളത്തിലെ വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവരെങ്ങനെയാണ് മോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്യാന്നൊരു ക്വസ്റ്റ്യൻ ഉയർത്തും കോൺഗ്രസിന്റെ പാനലിസ്റ്റ്? അത് നല്ല ചോദ്യമാണ്. സ്വന്തം പാർലമെന്റ് അംഗമായ ഇഷാൻ ജാഫ്രിയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് കൊലപ്പെടുത്തിയപ്പോൾ ഈ നാട്ടിലൊരു പ്രതിഷേധ പ്രകടനമോ ഒരു യോഗമോ പോലും നടത്താത്ത ആളുകളും ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി വേട്ടയാടി എന്നിട്ട് ഇരകളെ വീണ്ടും ആ ഇരയെ തന്നെ വീണ്ടും വേട്ടനായ്ക്കളെ അഴിച്ചുവിടുന്നത് പോലെ അത്തരത്തിൽ ആ സ്ത്രീയെ ക്രൂരമായി അത്തരത്തിൽ ഭത്സിക്കുന്ന നിലയിലേക്കും കുറ്റവാളികളെ കള്ളം പറഞ്ഞിട്ട് കോടതിയിൽ കള്ളം പറഞ്ഞിട്ട് ജയിലറികൾക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അത്തരത്തിൽ 14 കൊല്ലക്കാലം നിയമയുദ്ധം നടത്തുമ്പോൾ സുഭാഷിണി അലി അടക്കമുള്ളവരുണ്ടായിരുന്നില്ല എങ്കിൽ ആ നിയമപോരാട്ടം നടത്തില്ല. എവിടെ പോയി കോൺഗ്രസ്സുകാർ? അല്ലെ, എവിടെ പോയിരുന്നവരെല്ലാം? അപ്പോൾ ഇതാണ് എൻ്റെ ചോദ്യം. ഇവിടെ വർഗീയതക്കെതിരായ പോരാട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അത് വാലിഡ് ആയിട്ടുള്ള വിമർശനമാണ് കോൺഗ്രസിനെതിരെ. ഞാനൊന്ന്